കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു പേളി മാണി ഉണ്ടെങ്കിൽ എയറിലായിട്ടുണ്ടായിരുന്നത്. തൻ്റെ അഭിപ്രായം പറഞ്ഞതായിരുന്നു CJPയുടെ പ്രൊട്ടസ്റ്റിനെ കുറിച്ചൊക്കെ. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ആ ഒരു അഭിപ്രായത്തിനെതിരെ എല്ലാവരും കമൻസും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി പറയാൻ പോയിട്ട് പേളി പിന്നെയും എയറിലോട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പേളി മാണിക്ക് സാധാരണ കുടുംബ പ്രേക്ഷകരടക്കം പേളിയെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മില്യൺ വ്യൂസും ഒരവറിൽ തന്നെ ലക്ഷക്കണക്കിന് വ്യൂസൊക്കെ കയറുന്ന ഒരു യൂട്യൂബ് ചാനലാണ് പേളിക്കുള്ളത്. കാരണം പേളി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ കുറേയധികം ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒരുവിധം കാണുന്ന ഒരു ഫാമിലി വ്ലോഗ് കൂടിയാണ് പോഡ്കാസ്റ്റും കാണുക. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പേളി മാണിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് വന്നതിന് ശേഷം പേളി മാണി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏതോ ഒരു ചടങ്ങിനെന്തോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് പോലും പല വീഡിയോസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര പേളി മാണിയോടുത്തെ ഭയങ്കര പഴയ പോലെ ആരും വലിയ ഇഷ്ടം കാണിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പേളി മാണി ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 40K 30K ഇതൊക്കെയാണ് വ്യൂസ്. നേരത്തെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 1,00,000 വ്യൂസ് ആവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഭയങ്കരമായിട്ട് താഴോട്ടായിട്ടുണ്ട്. ഇത് മെയിനായിട്ട് പേളി പറഞ്ഞ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. മെയിനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് പേളി പറഞ്ഞ ഒരു രാഷ്ട്രീയത്തോട് യോജിപ്പിക്കുന്ന രീതിയിൽ പേളിയെ എല്ലാവരും കൂടി ആ ഒരു രീതിയിൽ ആക്രമിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുകൊണ്ട് തന്നെ കുറേയധികം പേളിക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട് കുറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.